കുറത്തിക്കാട് ശ്രീ തെക്കേക്കര മുത്തപ്പൻ ദേവസ്ഥാന സംരക്ഷണ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവപ്പന വെള്ളാട്ട മഹോത്സവം ഫെബ്രുവരി 10, 11, 12 തീയതികളിൽ നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. കുറത്തിക്കാട് ശ്രീ തെക്കേക്കര മുത്തപ്പൻ ദേവസ്ഥാന സംരക്ഷണ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവപ്പന വെള്ളാട്ട മഹോത്സവം ഫെബ്രുവരി 10 തിങ്കൾ മുതൽ 12 വരെ ഭക്തി നിർഭരമായി നടത്തപ്പെടുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ഇതെന്റെ തറവാടാണ്. ഈ തറവാട്ടിലെ ചെറിയൊരു അമ്പലം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് മുത്തപ്പനാണെന്ന് അറിയില്ലായിരുന്നു. അത് 2007 മുതൽ ഞങ്ങൾ പ്രശ്നക്കടവിൽ ഇവിടെ വെള്ളാട്ടം തെയ്യം കെട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ചെറിയ അനുഭവമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് തെയ്യം കെട്ടിച്ചത്. അപ്പോൾ അന്നാണിത് മുത്തപ്പനാണ് ഈ ചെറിയ അമ്പലം ഉണ്ടായിരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ അന്ന് മുതലേ മുത്തപ്പൻ പറയുന്നുണ്ട്, നമുക്ക് ക്ഷേത്രം പണിയണം, ഇങ്ങനത്തെ ദേവസ്ഥാനം പോലെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മാത്രമല്ല, വലിയ മുത്തപ്പനെ കെട്ടിക്കണമെങ്കിൽ ക്ഷേത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കെട്ടിക്കാൻ പറ്റത്തുള്ളൂ. വലിയ മുത്തപ്പനെ ഇവിടെയുണ്ട്, കെട്ടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ പെൻഷൻ പറ്റിയ സമയത്ത് എടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായി. അങ്ങനെ ക്ഷേത്രം എടുത്തതാണ്. ഇനിയിപ്പം നമ്മൾ നോട്ടീസിനകത്തിൽ പറയുന്നുണ്ട്, ഒരു മഹാഗണപതി ഹോമത്തോടു കൂടി 9-ാം തീയതി തിരുവാതിര നക്ഷത്രത്തിൽ ഹോമത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത് 10-ാം തീയതി രാവിലെ നമ്മൾ താഴികക്കുടം വയ്ക്കും. പിന്നെ പീഠം പ്രതിഷ്ഠ, അത് കഴിഞ്ഞ് പയൻകുറ്റി വയ്ക്കും. പിന്നെ ഉച്ചയ്ക്ക് 12 കൂടി ഭഗവാനെ മലയിറക്കൽ ചടങ്ങ്, അത് കഴിഞ്ഞ് വെള്ളാട്ടം നടത്തും. രാത്രി കളിക്കപ്പാട്ടുണ്ട്. 11-ാം തീയതി രാവിലെയും കളിക്കപ്പാട്ടും. പിന്നെ അന്ന് തന്നെ സന്ധ്യയ്ക്ക് ഊട്ടുവെള്ളാട്ടം നടത്തും. പിന്നെ 12-ാം തീയതി വെളുപ്പിനെ പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം മുത്തപ്പൻ രണ്ടുപേരും കൂടി ഇവിടെ കെട്ടിയാടും. ഇതെല്ലാം നടത്തുന്നത് പറശ്ശിനിക്കടവിൽ നിന്നാണ്. എല്ലാവരും വെള്ളാട്ടം കെട്ടുന്നതും തിരുവപ്പന കെട്ടുന്നതും കോലധാരികളെല്ലാം എത്തുന്നത്. പറശ്ശിനിക്കടവിൽ ഡിസംബറിൽ റിട്ടയർ ചെയ്ത ശ്രീ രാഘവൻ മടയൻ ആണ് വന്ന് മടയൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ പ്രതിഷ്ഠ നടത്തുന്നതും ബാക്കി ചടങ്ങുകളെല്ലാം ചെയ്യുന്നതും. പിന്നെ സഹായിയായിട്ട് പറശ്ശിനിക്കടവിലെ ശ്രീ സന്തോഷം ഉണ്ടായിരിക്കും. പിന്നെ ചെണ്ടമേളം എല്ലാം പറശ്ശിനിക്കടവിൽ നേരിട്ട് വന്നാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങളുടെ ദേശത്തില്ലാത്തൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടാകും. മുത്തപ്പൻ്റെ ഒരു ക്ഷേത്രം വരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. നമ്മളിപ്പോൾ പിന്നെ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ നമ്മൾ കണ്ണൂർ പറശ്ശിനിക്കടവിലൊക്കെ പോകണമല്ലോ. അപ്പോൾ അത്രയും നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ അത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. മുത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും ദേശത്തിനും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അസ്വസ്ഥമായ മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ആയുരാരോഗ്യ സൗഖ്യം നേടുവാൻ സഹായിക്കുന്ന പരമകാരുണികനാണ് പറശ്ശിനി മുത്തപ്പൻ. നമ്മുടെ നാട്ടിൽ ഇതാദ്യമായാണ് കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ആചരിക്കപ്പെടുന്ന ചടങ്ങുകളായ തിരുവപ്പന വെള്ളാട്ട മഹോത്സവം നടത്തപ്പെടുന്നത്. പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ആശീർവാദത്തോടെ കുറത്തിക്കാട് യൂണിയൻ ബാങ്കിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മടപ്പുരയായ ശ്രീ തെക്കേക്കര മുത്തപ്പൻ ക്ഷേത്ര സന്നിധിയിലാണ് ഈ സവിശേഷ ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. 9 രാവിലെ 5:30 ഭരണിക്കാവ് ക്ഷേത്ര മേൽശാന്തി ശ്രീ അർജുനൻ കൃഷ്ണൻ നമ്പൂതിരി നിർവഹിക്കുന്ന മഹാഗണപതി ഹോമത്തോടെയാണ് സവിശേഷ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. 10-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 6:20-നും 7-നും മധ്യേ പ്രതിഷ്ഠാ കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് പറശ്ശിനി മുത്തപ്പൻ മടപ്പുരയിൽ നിന്ന് ചുടലി രാഘവൻ മടയൻ ആണ്. സഹകാർമ്മികത്വം സന്തോഷം നിർവഹിക്കും. തുടർന്ന് രാവിലെ 8 മണിക്ക് പീഠപ്രതിഷ്ഠ, 10:30-ന് പയൻകുറ്റി എന്ന സവിശേഷ ചടങ്ങും തുടർന്ന് മലയിറക്കൽ ചടങ്ങ്, പ്രസാദമൂട്ട്, മുത്തപ്പൻ വെള്ളാട്ടം, കളിക്കപ്പാട്ട് എന്നിവ നടത്തപ്പെടുന്നു. 11-ന് പുലർച്ചെ 5 മണിക്ക് അന്തിത്തറ പുറപ്പാട്, തുടർന്ന് മുത്തപ്പനെ മലയിറക്കൽ, വൈകിട്ട് 6:30-ന് ദീപാരാധനയോടുകൂടി മുത്തപ്പൻ ഊട്ടും വെള്ളാട്ടും നടത്തപ്പെടും. തുടർന്ന് ഭക്തജനങ്ങൾക്ക് പ്രസാദമൂട്ട്, ശേഷം കളിക്കപ്പാട്ട്, അന്തിവേല, കലശമെഴുന്നള്ളത്ത്, വെള്ളക്കെട്ട് എന്നീ ചടങ്ങുകൾ നടത്തപ്പെടും. സമാപന ദിവസമായ 12-ന് പുലർച്ചെ 5:30-ന് തിരുവപ്പന വെള്ളാട്ടം പുറപ്പാട്, തുടർന്ന് മുത്തപ്പനെ മലകയറ്റൽ ചടങ്ങ്, കലാശക്കൊട്ട് എന്നീ ചടങ്ങുകൾ നടത്തപ്പെടും. ഭക്തജനങ്ങൾക്ക് ദോഷപരിഹാരങ്ങൾക്കും ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി മഹാഗണപതി ഹോമം, പയൻകുറ്റി വെള്ളാട്ടം, ഊട്ടുവെള്ളാട്ടം, തിരുവപ്പന, വിളക്കുമാല എന്നീ വഴിപാടുകൾ ദേവസ്വം ട്രസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്താവുന്നതാണെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PK വത്സലകുമാരി, ട്രസ്റ്റ് അംഗങ്ങളായ ശ്രീലത വേണുഭവനം, സന്തോഷ് പൊൻകുന്നം, ജയൻ ചക്കാമ്പുഴ, മോഹനൻ എന്നിവർ അറിയിച്ചു. CDNet ന്യൂസ്, കറ്റാനം.